ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 11-ാമത്തെ ശ്ലോകം. അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാബാധാം ച ഭാഷസെ ഗതാസൂന ഗതാസൂം ച നാനുശോചന്തി പണ്ഡിതാഹ. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് ദുഃഖിക്കുകയും ഒരു ജ്ഞാനിയെപ്പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനികൾ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ഓർത്ത് ദുഃഖിക്കുന്നില്ല. ഇവിടെ അനുശോചനം എന്ന വാക്കിനർത്ഥം ദുഃഖത്തിന് കീഴ്പ്പെട്ടു പോവുക എന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കൃഷ്ണൻ അർജുനൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. അതിനുശേഷമാണ് കൃഷ്ണൻ അർജുനനോട് മറുപടി പറയുന്നത്. അർജുന, നീ ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സൂചി കൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു യുദ്ധമുണ്ടായത്. അങ്ങനെയുള്ള ദുര്യോധനൻ്റെ ഭാഗത്ത് നിൽക്കുന്നു നിൻ്റെ പിതാമഹനായ ഭീഷ്മാചാര്യരും നിൻ്റെ ഗുരുവായ ദ്രോണാചാര്യരും. അവർക്കൊന്നുമില്ലാത്ത ഒരു പാപഭയം നിനക്കെന്തിനാണ്? തെറ്റ് ചെയ്തവർക്കും തെറ്റിന് കൂട്ടുനിൽക്കുന്നവർക്കും ഒന്നും യാതൊരു വിഷമവുമില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി യുദ്ധക്കളത്തിൽ വന്ന നീ വിലപിക്കുകയും ചെയ്യുന്നു. നിന്റെ ഗുരുക്കന്മാരായിട്ടുള്ള ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരുമൊക്കെ ദുര്യോധനനെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതായിരുന്നില്ലേ? കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും ദുര്യോധനൻ നിഷേധിച്ചപ്പോഴും അവർ ദുര്യോധനൻ്റെ ഭാഗത്തു തന്നെ നിന്നു. എന്നിട്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അധർമ്മത്തിന് കൂട്ടുനിന്നു. അങ്ങനെയുള്ള നിന്റെ ഗുരുക്കന്മാരോട് നിനക്കിപ്പോൾ തോന്നുന്ന ഒരു ദയ അസ്ഥാനത്തല്ലേ? കാരണം സത്യവും മൂല്യവും ഒന്നും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരൊക്കെ എങ്ങനെ ഗുരുക്കന്മാരാവും? അങ്ങനെയുള്ള അവരെക്കുറിച്ച് ഓർത്ത് നീ വിലപിക്കുന്നത് എന്തിനാണ് അർജുന? നിന്റെ ചിന്താഗതി ഒട്ടും തന്നെ ശരിയല്ല അർജുന. ഇത് നിന്റെ നാശത്തിന് കാരണമായി തീരുകയുള്ളൂ. നമ്മൾ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന വിവേകം നമുക്കില്ലെങ്കിൽ നമ്മൾ അത് പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കും. നമുക്കെന്ത് തീരുമാനമെടുക്കണമെങ്കിലും അത് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയണം. ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ യുദ്ധക്കളത്തിൽ യോദ്ധാക്കളൊക്കെ ഉണർന്നിരുന്നതിന് ശേഷം ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണ് അതിലുള്ളത്? എന്ത് യുക്തിയാണ് അതിലുള്ളത്? അതും വില്ലാളി വീരനായ അർജുനൻ, ഒരു ജ്ഞാനി എന്ന് പറയാം. അതായത് യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ഒരാളാണ് അർജുനൻ. അർജുനനെ പോലെ സാമർഥ്യവും കഴിവും മറ്റാർക്കുമില്ല. അങ്ങനെയുള്ള ഒരു അർജുനനാണ് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വിലപിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, നീ ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്ന്. ശ്രീകൃഷ്ണൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അർജുനൻ ഇതുവരെ മുമ്പ് പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിൽ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.